എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം. ഇന്നേ ദിവസം ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യൂദായുടെ ലേഖനം 24 വാക്യം. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവനെ ഇപ്പോഴും സദാകാലത്തോളവും തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. നമ്മുടെ 5ാമത്തെ പ്രധാനപ്പെട്ട കടപ്പാട് യൂദാ പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിലാണ്. എന്താണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കടപ്പാട്, നമ്മുടെ ഉത്തരവാദിത്വം? വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ എന്നേക്കും നിർത്തുവാൻ കഴിയുന്നവന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ നാം നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണല്ലോ. അതല്ലേ പൗലോസ് പറയുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ ആകുന്നു. അപ്പോൾ കർത്താവിന്റെ കൃപയാലാണ് നാം ആയിരിക്കുന്നതും വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിക്കുന്നതും നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് സദാകാലവും മഹത്വത്തിന് യോഗ്യൻ നമ്മുടെ കർത്താവാണ്. ഈ ദൈവത്തിന്റെ പ്രത്യേകതകൾ നാം പഠിക്കുമ്പോൾ നാം എന്ത് ചോദിച്ചാലും, തന്റെ ഹിതപ്രകാരം എന്ത് ചോദിച്ചാലും ദൈവം നമുക്ക് തരുന്നു. എന്നാൽ തന്റെ മഹത്വം മാത്രം മറ്റാർക്കും വിട്ടുകൊടുക്കുന്നില്ല. ഇന്ന് ലോകത്ത് കീർത്തിക്ക് വേണ്ടി ഓടുന്ന ഒത്തിരി ആളുകളുണ്ട്. കിരീടത്തിനു വേണ്ടി ഓടുന്നവരും ഉണ്ട്. മനുഷ്യന്റെ ഒരു പുകഴ്ചയ്ക്കോ കീർത്തിക്കോ ഒക്കെ വേണ്ടി എന്തോരം ബന്ധപ്പാടുകൾ സഹിക്കുന്ന ആളുകൾ ഉണ്ട്. നമ്മൾ ഓർക്കണം, എന്ത് നമ്മിലൂടെ ചെയ്താലും, എന്ത് ദൈവം ചെയ്ത് പ്രവർത്തിച്ചാലും മഹത്വം നമ്മുടെ കർത്താവിന് ആയിരിക്കണം. അതാണല്ലോ ദാവീദ് ഒരിക്കൽ പറഞ്ഞത്, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുവാനിടയായിത്തീരണം. അപ്പൊ ദൈവത്തിന്റെ നാമത്തിനായിരിക്കണം സകല മഹത്വവും ഉണ്ടാകേണ്ടത്. കാരണം തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്നില്ല. ജനമെല്ലാം കൂടെ ഹെരോദാവിനെ പുകഴ്ത്തി. ഒരു ദൂതൻ ഹെരോദാവിനെ അടിച്ചില്ലേ? അവൻ കൃമിക്കിരയായി തീർന്നു. നമുക്കറിയാം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നാം പഠിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ്, ഇതെല്ലാം ഞാൻ എന്റെ ധനമാകാത്മ്യത്താൽ പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ വാക്കുകൾ വായിൽ നിന്ന് തീരുന്നതിന് മുൻപ് തന്നെ 2 കാലിൽ നിന്ന നെബൂഖദ്നേസർ 4 കാലിൽ നിന്നില്ലേ? അതുവരെ നല്ല സ്വാദുള്ള ഭക്ഷണം കഴിച്ച നെബൂഖദ്നേസർ രാജാവ് പുല്ല് തിന്നില്ലേ? അപ്പോൾ നമ്മൾ ഓർക്കുക, ദൈവത്തിന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുന്നതുമല്ല നമ്മുടെ ദൈവം. അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ചു നിർത്തുന്ന ദൈവത്തിന് എപ്പോഴും മഹത്വം. ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, സംഗീതകാരൻ പറയും, നമ്മുടെ കണ്ണിനെ കണ്ണീരിൽ നിന്ന് വിടുവിക്കുന്നു, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്ന് രക്ഷിക്കുന്നു, അതിലുപരിയായി നമ്മുടെ പ്രാണങ്ങളെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. അതിനേക്കാൾ ഒക്കെ പ്രധാനപ്പെട്ടൊരു കാര്യം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഭാഷയിലും ഗോത്രത്തിലും ജാതിയിലുമുള്ള ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അറുക്കപ്പെട്ട കുഞ്ഞാടാണ് നമ്മുടെ ആരാധനയുടെ വിഷയം. അതുകൊണ്ടല്ലേ നമ്മൾ പണ്ട് പാടുന്നൊരു പാട്ടില്ലേ, ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശു എൻ പാപം തീർത്ത നാൾ. അതുപോലെ ഭാഗ്യം നമുക്ക് വേറെ എന്തുണ്ട്? ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാനല്ലേ? ആകയാൽ നമ്മുടെ ജീവിതത്തിൽ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച്
ഇവിടെ മാത്രം നിർത്താനല്ല, തന്റെ മഹിമാ സന്നിധിയിൽ നിർത്തുവാൻ കഴിവുള്ള ദൈവത്തിന് എന്നേക്കും മഹത്വം അർപ്പിപ്പാൻ ദൈവം കൃപയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.